ഭയങ്കര സ്ലോ ആണ് കൂടെ. നമ്മൾ മോഹൻലാലിനെ കുറിച്ച് ഇങ്ങനെയല്ല, ലാലേട്ടനെ കുറിച്ച് ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടനെ കുറിച്ച് നമ്മൾ വേറെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇല്ല. വാലിബിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷ ഒന്നും എനിക്ക് പടത്ത് കിട്ടിയില്ല. പക്ഷേ പക്ക ഷോക്കുമായിരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ പേര് വെച്ചിട്ട് വെറും ഒരു അവതാരം അല്ലെങ്കിൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പടം എനിക്ക് നെഗറ്റീവായിട്ട് പക്ക ഫീലായത്. കാരണം എനിക്ക് അത്ര വിഷമമുണ്ട്. കാരണം ഞാൻ മോഹൻലാലിനെ കാണാൻ വേണ്ടി ഇങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. ആ ഒരു വെസ്റ്റേൺ നല്ല താളത്തിലാണ് പോകുന്ന പടം. എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. സൂപ്പർ പടമാണ് കേട്ടോ. പിന്നെ ഇത് LJP പടമാണെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വീട്ടിൽ കൊണ്ട് വെക്കുന്നതൊക്കെ ഏറ്റവും നല്ല ബെറ്റർ എന്ന് എന്നെ സംബന്ധിച്ച് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് ആൾക്കാർ കൺവിൻസ് ചെയ്തില്ല. ആൾക്കാർക്ക് വേണ്ടത് എന്താണ് ഇന്നത്തെ കാലത്ത്, മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അത് വേണം കൊടുക്കാൻ. അല്ലാതെ ഇങ്ങനത്തെ ഒരു പടം ചെയ്ത് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പടം ബിലോ ആയിട്ടാണ് തോന്നിയത്. അത്ര വിചാരിച്ച അത്ര പോരാ. കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്റ്റാർട്ടിംഗ് ലോക്സ് ലാഗ് ഉണ്ടായിരുന്നു, എന്നാലും ബാക്കിയെല്ലാം നന്നായിരുന്നു. ഫാമിലി ഓഡിയൻസിന് ഒക്കെ ആവുന്ന ഡൗട്ടാണ്. LJP സിഗ്നേച്ചർ ഉള്ളൊരു സിനിമ അത്രമാത്രം. എല്ലാവരുടെയൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഡ്രാമ ഡയലോഗ്സ് ഒരു ഡ്രാമയുടെ മൂഡാണ് മൊത്തത്തിൽ. എനിക്കിഷ്ടപ്പെട്ടു. LJPയുടെ പടം തന്നെ. വിഷ്വൽ എഫക്റ്റ് നന്നായിരുന്നു. അത്യാവശ്യമുണ്ട്. ആണെങ്കിൽ മോഹൻലാലിന്റെ പടമല്ല, LJP നന്നായിട്ട്. ലാലേട്ടൻ കുഴപ്പമില്ല. ചെറിയ രീതിയിൽ ഡ്രാമ പോലെ എനിക്ക് തോന്നി.